Come on, I feel like I'm the only one eating here. Try some of that. Have some eggs. I'm so confused. These are confusing times. Right. No, that's not what I meant. No, I get it. I'm kidding. ഓക്കെ ഫൈൻ. ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ ഡെഡ്പൂൾ 3യുടെ ഈ ജൂലൈയിലാണ് ഇറങ്ങാൻ പോകുന്നത്. എന്നിരുന്നാൽ കൂടിയും അതിന്റെ കുറെ റീഷൂട്ട്സ് കൺകറന്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓഫ് കോഴ്സ് മൂവി ഫിനിഷ് ആയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നടക്കുന്നത് ക്യാമിയോ റീഷൂട്ട്സ് ആണെന്നാണ് ലേറ്റസ്റ്റ് കിട്ടിയ ട്രസ്റ്റഡ് മാർവൽ ഇൻസൈഡേഴ്സിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്സ് ആൻഡ് അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ വൺ ഓഫ് ദി ക്രേസിയസ്റ്റ് ക്യാമിയോസ് ആയിരുന്ന പലരും ഇതിൽ നിന്ന് മാറി എന്നുള്ള അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൂടാതെ മൂൺ നൈറ്റ് ഫാൻസിന് ഒരു നല്ല ഒരു ട്രീറ്റ് ഡെഡ്പൂളിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ? ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക് ടു ആൽബിൻ aka ടോക്സ് ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ. നമുക്കറിയാം ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കഴിഞ്ഞ് ഇത്രയധികം ക്യാമിയോസ് ആൻഡ് എ ബഞ്ച് ഓഫ് പ്ലോട്ട് ലീക്സ് വന്ന വേറൊരു മൂവി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് കോഴ്സ് നോവേ ഹോം കഴിഞ്ഞ് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, അത് കഴിഞ്ഞ് ഇതാ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ. ഈ മൂവിക്ക് രണ്ട് രീതിയിലാണ് ഫാൻസ് അഥവാ ആന്റിസിപ്പേഷൻ ഇത്രയും കൂടുതൽ കയറാൻ കാരണം. ഒന്ന്, നോർമൽ ഡെഡ്പൂൾ ഫാൻസ്, ഡെഡ്പൂളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സാധനം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാണാൻ പോകുന്ന ഡെഡ്പൂൾ ഫാൻസ്. രണ്ടാമത്തെ, ജൈജാന്റിക് യൂണിവേഴ്സ് ആയിട്ടുള്ള മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഡെഡ്പൂളിലെ ഇൻവോൾവ്മെന്റ് ഫസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്ന മൂവി ആയിരിക്കും ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ. സോ മാർവലുമായിട്ടുള്ള ഈ ഒരു കൊളാബും ഡെഡ്പൂളിന്റെ OG ആയിട്ടുള്ള കുറെ നറേറ്റീവ്സും കൂടെ കൂടുമ്പോൾ എ ടൺ ഓഫ് മാർവൽ ക്യാരക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇൻസൈഡേഴ്സിനൊക്കെ നല്ല രീതിയിൽ കിട്ടുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ട്രെയിലറിലും ടീസറിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊട്ടും ഇതൊക്കെ വെച്ചിട്ടാണ് ഡെഡ്പൂൾ ഇറക്കുന്നത് ആസ് യൂഷ്വൽ. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഡെഡ്പൂൾ 3 aka ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിന്റെ റീഷൂട്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂവി കംപ്ലീറ്റ് ആയി ഇപ്പോൾ നടക്കുന്നത് ക്യാമിയോ റീഷൂട്ട്സ് എന്നാണ് ട്രസ്റ്റഡ് മാർവൽ ഇൻസൈഡേഴ്സ് ആയിട്ടുള്ള ഡാനിയൽ RPK ട്വിറ്ററിൽ കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ അലക്സ് പെരസ് ഇതിൽ നിന്ന് സ്പോയിലർ വാണിംഗ് ഇടുകയാണ്. കാരണം ഇനി പോസ്റ്റ് സീൻ ഇദ്ദേഹം പറയുന്ന പോലെ ആണെങ്കിലും അല്ലെങ്കിലും അത് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അരോചകമായി തോന്നിയാൽ ഇപ്പൊ തന്നെ സ്കിപ്പായി അടിച്ചു പോയിക്കോളൂ. സോ വി ആർ ബാക്ക്. അതെ, ഡെഡ്പൂൾ 3ന്റെ വൺ ഓഫ് ദി പോസ്റ്റ് സീനിൽ ഒരു കിണ്ണൻ ക്യാമിയോയും രണ്ടാമത്തെ പോസ്റ്റ് സീനിൽ ഡയറക്റ്റ് ആയിട്ട് സീക്രട്ട് വാഴ്സിലേക്കുള്ളതാണ്. അവഞ്ചേഴ്സ് 5ലേക്കുള്ളതല്ല, സീക്രട്ട് വാഴ്സിലേക്കുള്ള ഒരു ലിങ്കുമാണ് കൊടുക്കുന്നതെന്നാണ് നിലവിൽ കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഡയറക്ട്ലി കട്ട് ഓഫ് ആക്കിയിരിക്കുന്നത് ടോബി മൈഗ്വയർ സ്പൈഡർമാന്റെ ക്യാമിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ അലക്സ് പെരേസ് പറയുന്നത് ടോബി മൈഗ്വയർ സ്പൈഡർമാന്റെ ക്യാമിയോ ഡെഡ്പൂൾ 3ൽ ഉണ്ടാവില്ല. ബട്ട് അദ്ദേഹം OG അവഞ്ചേഴ്സിന്റെ ഒരു റെഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മേ ബി RDJ ഓർ ക്യാപ്റ്റൻ അമേരിക്ക. ബട്ട് എനിക്ക് തോന്നുന്നില്ല RDJനെ ക്യാപ്പിനെ സ്വന്തം യൂണിവേഴ്സിൽ നിന്ന് വീണ്ടും റിസറക്ട് ചെയ്ത് കൊണ്ടുവരുന്നൊന്നും. അത് അവിടെ തീർന്നു. നമ്മുടെ ലോഗൻ ആ ഒരു യൂണിവേഴ്സിൽ ലോഗൻ എങ്ങനെയാണോ തീർന്നത് അതേപോലെ തന്നെ ആയിരിക്കും RDJ ക്യാപ്പിലെ. ബട്ട് വേറൊരു വേരിയന്റ് ആയിട്ട് ഇവരെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. സോ വൺ ഓഫ് ദി പോസ്റ്റ് സീൻ OG അവഞ്ചേഴ്സിന്റെ ബേസ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ ഡയറക്റ്റ് സീക്രട്ട് വാഴ്സിലെ ബേസ്ഡ് ആയിരിക്കും എന്നാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്സ്. ആൻഡ് നമ്മുടെ ടീസർ ട്രെയിലറിലും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്സ് ആൻഡ് ഫോട്ടോസിലെല്ലാം മൂൺ നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ നമ്മുടെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മൂൺ നൈറ്റ് അല്ലെങ്കിൽ സ്റ്റീവൻ റൈഡ് ചെയ്യുന്ന ആ ഒരു വാൻ്റെ ഒരു റെഫറൻസ് ആ ഒരു പിക്കിലുണ്ടായിരുന്നു. സോ അതിൻ്റെ ബാക്കിൽ കാണിച്ചിരിക്കുന്ന എക്സാക്ട്ലി സ്റ്റീവൻ അപ്പോൾ റൈഡ് ചെയ്യുന്ന ആ ഒരു കാർ തന്നെയാണ്. ഇതിനിപ്പോൾ ഇതിൻ്റെ ഈസ്റ്റർഎഗ്സും കാര്യങ്ങളൊക്കെ പുറകെ വന്നോളും. സോ ഇതിനർത്ഥം മൂൺ നൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മൂവിയിൽ ക്യാമിയോ ആയിട്ട് വരുമെന്നല്ല. മേ ബി ഒരു ഡിഫറെൻറ്റ് യൂണിവേഴ്സിൽ മൂൺ നൈറ്റ് ഉള്ള ഒരു യൂണിവേഴ്സിലേക്ക് ഇവർ പോകുന്നതായിരിക്കാം. അവിടെ വെച്ച് ഡെഡ്പൂൾ വൂൾവറിനെ കണ്ടുമുട്ടുന്നതായിരിക്കാം. അതിനോടൊപ്പം തന്നെ നേരത്തെ തന്നെ റൂമുകളിലുണ്ടായിരുന്ന ഹെൻറി കാവിലും ഡാനിയൽ റഡ്ക്ലൈഫ്, അത് നമ്മുടെ ഹാരി പോട്ടറും ഒക്കെ ഡിഫറെൻറ്റ് വേരിയൻസ് ഓഫ് വൂൾവറിൻ ആയിട്ട് വരുമെന്നും പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ട്രസ്റ്റഡ് ആയിട്ട് പറയുന്ന മെയിൻ ക്യാമിയോസ് എന്ന് വേണമെങ്കിൽ പറയാം. Harry, no way. You heard what Madam Hoop said. Besides, you don't even know how to fly. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപയർ മാഗസീൻ, നമുക്കറിയാം മാർവലിലെ മിക്ക സാധനങ്ങളും എംപയർ മാഗസീനിലൂടെ അതിന്റെ കുറച്ച് പ്ലോട്ട് ലിങ്ക്സും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അതിന്റെ കവർ ഫോട്ടോയിൽ ഇപ്പോൾ ഡോഗ് പൂളിനെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം ടീസറിൽ കണ്ടതാണ് ഡോഗ് പൂളിന്റെ ഇൻവോൾവ്മെന്റ്. സോ നമുക്ക് ത്രൂ ഔട്ട് ദ മൂവിയിൽ ഡോഗ് പൂൾ, ലേഡി പൂൾ, ഡെഡ്പൂളിന്റെ ഡിഫറെന്റ് വേരിയൻസിനെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി ഡെഡ്പൂളിന്റെ 2 ട്രെയിലർ കൂടി ഇനി വരുവാനുണ്ടെന്നാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്സ്. അതായത് ഒരു ഫൈനൽ ട്രെയിലർ, വേറൊരെണ്ണം IMAXിൽ ഇറക്കാൻ പോകുന്ന ഒരു ഫുൾ ഫൈനൽ ട്രെയിലർ. സോ IMAXിലാവുമ്പോൾ എക്സ്ട്രാ ഫുട്ടേജസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, മാർവലിൻ്റെ ഒരു രീതി അനുസരിച്ച് ആദ്യം ഒരു ടീസർ ഇറക്കും, അത് കഴിഞ്ഞ് ഒരു ട്രെയിലർ ഇറക്കും, ഫസ്റ്റ് ട്രെയിലർ എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് ഒരു ഫൈനൽ ട്രെയിലർ ഇറക്കും, അത് കഴിഞ്ഞ് ബഞ്ച് ഓഫ് TV സ്പോട്സ്. അതെ, മൂവി അടുക്കുകയാണ്. അതായത് ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ബഞ്ച് ഓഫ് TV സ്പോട്സ് ആയിരിക്കും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ എഴുതുന്നത്. ഇതിൻ്റെ അകത്ത് ഹ്യൂ ജാക്ക്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ആക്ടർ ബാക്കാസ്
വോൾവറിൻ എന്ന് പറയുന്ന ആ ഒരു ഘടകവും കൂടെ ആയതുകൊണ്ട് ഫോക്സ് വേഴ്സും ഒന്നിച്ച് നിന്നായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് 100% ഉറപ്പിച്ച് പറയാം. മീൻസ് ഫോക്സ് വേഴ്സ് ഫാൻസ്. സോ ഏതായാലും വൺ ഓഫ് ദി പോസ്റ്റ് ക്രെഡിറ്റ്സ് ഇൻ മൾട്ടിവേഴ്സ് ബ്രേക്ക് ഔട്ട് പാർട്ടിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്യാമിയോസ് ആരൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ലേറ്റസ്റ്റ് കിട്ടുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനലിലും കൂടാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്യേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം എല്ലാ കമ്മ്യൂണിറ്റികളിലും കൊടുത്തിട്ടുണ്ട്. സോ ജോയിൻ us. സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ നെക്സ്റ്റ് വീഡിയോ.